2025 ജനുവരി 1 ഒരു പുതിയ വർഷം, ഒരു പുതിയ സംരംഭം. ശരിക്കും ആ ഒരു ഇൻട്രൊഡക്ഷനോടെയാണ് ഞാൻ തുടങ്ങുന്നത്. എൻ്റെ പേര് ഷബിൻ. കുറേ ആളുകൾക്ക് ഇതിനു മുമ്പ് എന്നെ അവർ കണ്ടു പരിചയപ്പെട്ടിട്ടുള്ളത് എൻ്റെ ഒരു പഴയ യൂട്യൂബ് സംരംഭമായിട്ടുള്ള വോയിസ് വേൾഡ്. അപ്പോൾ ഇത് വോയിസ് വേൾഡിൻ്റെ ഒരു തുടർച്ചയൊന്നുമല്ല. ഇതൊരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് യൂട്യൂബ് ചാനലാണ്. കാരണം വോയിസ് വേൾഡിന് അതൊരു കൂട്ടായ സംരംഭമായിരുന്നു ആദ്യം ഞാൻ തുടങ്ങിയെങ്കിലും അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഒരുപാട് യങ്സ്റ്റേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു വലിയൊരു സംരംഭമായിരുന്നു ശരിക്കും വോയിസ് വേൾഡ്. പക്ഷേ അൺഎക്സ്പെക്റ്റഡ്ലി ഞങ്ങൾക്ക് കുറച്ച് ലീഗൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പം അതിൻ്റെ പേരിൽ വോയിസ് വേൾഡിൻ്റെ മുൻപോട്ടുള്ള ഒരു പ്രയാണം തടസ്സപ്പെട്ടു. പിന്നെ ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് കുറേ ആളുകൾ പൊഴിഞ്ഞു പോയി. അങ്ങനെ ഒരു എൻഡിൽ എത്തി. നമുക്ക് തീർത്തും പറയാൻ പറ്റില്ല. ഒന്നിനും കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു എൻഡും ഇല്ല, ഒരു ബിഗിനിങ്ങും ഇല്ല എന്നാണല്ലോ നമ്മൾ പറയാം. അപ്പോൾ അതുപോലെ ഇപ്പം ഹോൾട്ടായി കിടക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു 2 വർഷത്തോളം ആയി ഒരു യൂട്യൂബ് ഒരു ചാനൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംരംഭം തുടരണം അല്ലെങ്കിൽ തുടങ്ങണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ട് തന്നെ. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്കൊന്നും ഒരുപാട് എലാബറേറ്റ് ചെയ്ത് പോകുന്നില്ല. പക്ഷേ ഇന്നിപ്പം നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പം എനിക്ക് എന്താണ് ഈ ഒരു സംരംഭം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് കുറച്ച് പറഞ്ഞേ നോക്കുകയുള്ളൂ. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് തുടങ്ങാൻ പോകുന്നത്. എൻ്റെ പേര് ഷബിൻ ആൻഡ് യു ആർ വാച്ചിങ് ജോട്ട് SPK യൂട്യൂബ് ചാനൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു പേരിൽ നിന്ന് നമുക്ക് തുടങ്ങാം അല്ലേ. ആദ്യം ഈ ജോട്ട് SPK സ്റ്റാൻഡ്സ് ഫോർ ഷബിൻ PK. അതെൻ്റെ പേരിൽ ഒരു SPK എന്ന് ഞാൻ ഒന്ന് ചെറുതാക്കിയതാണ്. പിന്നെ ഈ ജോട്ട് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ എന്നെക്കുറിച്ച് മറ്റുള്ള പല ആളുകളും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അത് ഞാൻ ഈ ഒരു പേരിലേക്ക് കൊണ്ടുവന്നതാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്നുള്ള സാധനത്തിന് ഞാൻ ചുരുക്കി ജോട്ട് എന്നാക്കിയതാണ്. ഓക്കെ, ഇപ്പം ഗോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നാണല്ലോ പറയാം. അതുപോലെ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ്. ഈ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്ന് പറയുമ്പം നമ്മൾ അതിൻ്റെ ഒരു മലയാളത്തിലേക്ക് നമ്മളതിനെ കൊണ്ടുവരികയാണെങ്കിൽ എല്ലാത്തിലും കൈവയ്ക്കുന്ന ഒരാളെന്ന് പറയുന്നത് ഈ ഒരു കാര്യം. ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ എന്ന് നമ്മൾ ഒരുമിച്ച് പറയാറുണ്ട് അല്ലേ. അതായത് എല്ലാത്തിലും കൈവയ്ക്കും, എന്നാൽ ഏതെങ്കിലും ഒന്നിലും നമ്മളൊരു ഭയങ്കര ഒരു കമാൻഡർ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് കൺട്രോളുള്ള ഒരാളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ തന്നെ പറയേണ്ടി വരും. അപ്പം അങ്ങനത്തെ ഒരു ചിന്തയാണ് ശരിക്കും പറയുകയാണെങ്കിൽ എന്നെ ഈ ഒരു പേരിലേക്ക് എത്തിച്ചത്. അപ്പോൾ പേരിൻ്റെ കഥ അത്രേ ഉള്ളൂ. അത് തന്നെയാണ് ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഒരു സ്വഭാവം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ പല യൂട്യൂബ് ചാനൽസും കാണുന്നുണ്ടാവും. ചിലത് ഈ കുക്കിംഗ് ബേസ്ഡ് ഷോസ് ആയിരിക്കും, ചിലത് ഫിലിം ബേസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലത് ഗെയിം ബേസ്ഡ് ആയിരിക്കും അല്ലേ, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ബേസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ സ്പോർട്സ്. ഇങ്ങനെ പല മേഖലകളിലും അതുകൊണ്ട് താല്പര്യമുള്ള ആളുകൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ചെയ്യുന്ന രീതിയിലുള്ള പ്രൊഡക്ഷൻസ് ഒക്കെ ആയിരിക്കും നിങ്ങൾ കാണാം. ഇവിടെ ഇൻ ദിസ് ചാനൽ ഐ വിൽ ലിറ്ററലി ഡു എവറിത്തിങ്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും. അതായത് ഇപ്പോൾ ഞാൻ ബേസിക്കലി എനിക്ക് താല്പര്യമുള്ള കുറച്ച് വിഷയങ്ങളിൽ ഒന്ന് സിനിമയാണ്. കാരണം ഞാനൊരു ഫിലിം സ്റ്റഡീസ് സ്കോളറാണ്. ഞാനിപ്പോഴും PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഫിലിം സ്റ്റഡീസിലാണ് ചെയ്യുന്നത്. മലയാള സിനിമ അല്ലെങ്കിൽ മലയാള സിനിമ സീക്വലുകളാണ് എൻ്റെ PhDയുടെ വിഷയം. അപ്പം സിനിമ ഒരുപാട് കാണുന്ന ഒരാളാണ്. ഡെഫിനറ്റ്ലി സിനിമ വിൽ ബി എ വെരി ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഓഫ് ദിസ് യൂട്യൂബ് ചാനൽ. ഈ സിനിമയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു ചാനലിനകത്ത് ഒരുപാട് കോണ്ടന്റ് സിനിമ റിലേറ്റഡ് ആയിട്ട് ഉണ്ടാവും. പക്ഷെ അത് മാത്രമല്ല, ഇപ്പം താല്പര്യമുള്ള മറ്റ് പല വിഷയങ്ങളും ഉണ്ട്. ഫോർ എക്സാമ്പിൾ മ്യൂസിക്, സംഗീതം ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. പാട്ട് പാടാറുണ്ട്, പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പല തരത്തിലുള്ള പാട്ടുകൾ കേൾക്കാറുണ്ട്. പിന്നെ പറയുവാണെങ്കിൽ സ്പോർട്സ്. ഇപ്പോൾ നമുക്ക് താല്പര്യമുള്ള ഒരുപാട് സ്പോർട്സ് ആൻഡ് ഗെയിംസ്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ബേസിക്കലി എന്തും. ഓക്കെ, അതാണ് എൻ്റെ ഒരു ടേക്ക്. കാരണം ചിലപ്പം നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം ചിലപ്പോൾ ആളുകൾ നമ്മളെ ഡയറക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളോട് പറയാം ഇന്നൊരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചാൽ നന്നായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു വിഷയം കുറച്ചും കൂടെ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുള്ളത് അത് നമ്മൾ പറയുന്നതനുസരിച്ചിരിക്കും അല്ലേ. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ നിവിൻ പോളി ആക്ഷൻ ഹീറോ ബിജു സിനിമയ്ക്കകത്ത് പറയുന്നുണ്ട്,
നമ്മൾ എന്താ പറയുക, പാവപ്പെട്ടവരുടെ കോടതിയാണിത്, നമ്മൾ ഏത് തരം കേസ് ഇവിടെ എടുക്കും അല്ലെങ്കിൽ ഏത് തരം കൊട്ടേഷൻ എടുക്കുന്നു പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ ജോട്ട് SPKയിൽ നമ്മൾ എന്തും എടുക്കും, എന്തിനെ കുറിച്ച് സംസാരിക്കും. വളരെ എനിക്ക് തോന്നുന്നൊരു കഴിഞ്ഞൊരു 5-6 വർഷത്തിനിടയിൽ ഞാൻ സാധാരണഗതിയിൽ ഒട്ടും പോളിറ്റിക്സ് ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നു ചെറുപ്പം തൊട്ടേ. കഴിഞ്ഞൊരു 5 വർഷമായിട്ട് എനിക്ക് 5-6 വർഷത്തിനിടയിൽ എനിക്ക് എൻ്റെ പൊളിറ്റിക്കൽ അഫിനിറ്റി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഒബ്സർവേഷൻസ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പം ചിലപ്പോൾ പോളിറ്റിക്സും ഒരു വിഷയമായിട്ട് വന്നേക്കാം. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു അവിയൽ ഇതായിരിക്കും ഈ യൂട്യൂബ് ചാനലിൻ്റെ കോണ്ടന്റ്. പക്ഷേ ഐ ക്യാൻ ഡെഫിനറ്റ്ലി ടെൽ യു വൺ തിങ്, ഈ ചാനൽ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ഒരു എപ്പിസോഡ് നിങ്ങൾ കാണുമ്പോൾ ആ എപ്പിസോഡിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടേക്ക് അവേ ഉണ്ടാവും. അതായത് നിങ്ങളൊരു 20 മിനിറ്റ്സ് ഈ ഒരു ചാനൽ കാണാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ ആ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ആ ഒരു 25 മിനിറ്റിനകത്ത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നൊരു വിഷയം അതെന്തും ആയിക്കോട്ടെ, ആ വിഷയത്തിനെ കുറിച്ചുള്ള എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് അലോങ് വിത്ത് ദാറ്റ് അതിനെക്കുറിച്ച് നമുക്ക് അറിയേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വളരെ രസകരമായ രീതിയിൽ, നിങ്ങൾക്ക് രസകരമാവുമെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ എൻ്റർടൈനിങ് ആക്കാൻ ഞാൻ ശ്രമിക്കാം. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദാറ്റ് എപ്പിസോഡ്, if you people feel that yes, there is something that I got from this thing, അതാണ് എൻ്റെ ടാസ്ക്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, ഈ ചാനലിനെ പറ്റി ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ വിഷയത്തിലേക്ക് പോവുകയാണ്. കാരണം ഇന്ന് ഇൻട്രൊഡക്ഷൻ മാത്രമല്ല, ഇന്ന് കോണ്ടന്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാനലിനകത്ത് നിങ്ങൾ മറ്റ് പല ചാനലുകളിലും കാണുന്ന പോലെ ഇപ്പോൾ സിനിമയെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ, രാഷ്ട്രീയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ, സ്പോർട്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ മറ്റേത് മേഖലയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും ഈ വ്യക്തികളെ വളരെ മോശമായിട്ട് അങ്ങോട്ട് തോറടിച്ചിട്ട് പാറ്റക്കൂറ അല്ലെങ്കിൽ ഈ പറയുന്ന മനുഷ്യനെ കൊണ്ട് ഒന്നിനും കൊള്ളാത്ത അവസ്ഥയാണ്, ഇയാൾക്ക് വയ്യ, ഇയാൾ പോരാ, അല്ലെങ്കിൽ താൻ എന്തുവാ, ഈ ഒരു രീതിയിലുള്ള ഒരു ഭയങ്കര ആളുകളെ ഇങ്ങനെ ഊശിയാക്കിക്കൊണ്ടുള്ള ക്രിറ്റിസിസം കൊണ്ട് ആളുകളെ ഇമ്പ്രസ് ചെയ്യിക്കാനല്ല ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പം അങ്ങനത്തെ രീതിയിലുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ്, മറ്റുള്ളവരുടെ ആൾ കളിയാക്കുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങോട്ട് അടച്ച് ആക്ഷേപിക്കുമ്പോൾ അത് കാണാൻ നമുക്കൊക്കെ ഭയങ്കര ത്വരയാണല്ലേ. അപ്പോൾ അതുകൊണ്ടുള്ള എൻ്റർടൈൻമെൻറ്റ് ഈ ചാനലിൽ നിന്ന് തരാൻ തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു അപ്രോച്ച് അല്ല എൻ്റെത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തിയാൽ മതി. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ഡെഫിനറ്റ്ലി കോമൻസ് സെക്ഷൻ ഓപ്പൺ ആണ്. നിങ്ങൾക്ക് പറയാം വാട്ട് യു ഫെൽറ്റ് ഫ്രം വാട്ട് ഐ ടോൾഡ് യു. അപ്പം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കോണ്ടന്റ് എന്താണെന്നുള്ളത്, ഇന്ന് തീർച്ചയായും ഞാൻ സിനിമയെക്കുറിച്ചാണ്. തുടക്കം സിനിമ വെച്ചിട്ട് തന്നെ ആണെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. അപ്പം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആക്ച്വലി ഒരു സിനിമയെ പറ്റിയാണ്. അത് ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ രണ്ടാമത് ഇന്ന് അതായത് 1-ാം തീയതി ഇരുന്ന് ഞാൻ മുഴുവൻ ഇരുന്ന് കണ്ടു. അപ്പോൾ ഈ സിനിമ ഞാൻ ഇന്ന് കാണാൻ കാരണം ഞാൻ ഇന്നലെ രാത്രി കണ്ട വേറൊരു സിനിമയാണ്. അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് ഞാനും വൈഫും കൂടെ ലഞ്ച് കഴിക്കാൻ വേണ്ടി പുറത്തു പോയി. അപ്പോൾ വണ്ടിയിൽ നമ്മളുടെ എന്നെ അറിയുന്താൽ എന്ന് പറഞ്ഞ അജിത്തിൻ്റെ ഫിലിമിലെ ഒരു പാട്ട് കേട്ടു. അപ്പോൾ ഞാൻ ആ പടം ശരിക്കും ഫുള്ള് കണ്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്തോ ഒരു റീസൺ കൊണ്ട് ഞാൻ ആ പടം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനത് എനിക്ക് പടത്തിൻ്റെ ഓപ്പണിങ്ങിൽ എന്തോ സാധനം ക്രിഞ്ച് അടിച്ചപ്പോൾ ഞാനത് ഓഫാക്കി. ഞാൻ കാണാതെ വിട്ടൊരു സിനിമയാണ്. അപ്പം ഇന്നലെ എന്നോട് ഈ പറഞ്ഞ പാട്ടൊക്കെ കേട്ടപ്പം വൈഫ് ആ സിനിമയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ നമുക്ക് ഇന്ന് രാത്രി ഇതിരുന്ന് കണ്ടാലോ എന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി ഞങ്ങളുടെ ക്രിസ്തല്ല ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ലാപ്ടോപ്പിൽ ഈ സിനിമയിട്ട്, അതായിരുന്നു ഞങ്ങളുടെ ഇന്നലത്തെ ന്യൂ ഇയർ സെലിബ്രേഷൻ കേട്ടോ. അപ്പം എന്നെ അറിയാൻ ഇരുന്ന് കണ്ടു. അപ്പോൾ പടം എനിക്ക് ഇഷ്ടമായി. നല്ല മുഴുവൻ ഇരുന്ന് കണ്ടപ്പോൾ ആ ഓപ്പണിങ്ങിലുള്ള കുറച്ച് ക്രിഞ്ച് മാറി പടം നല്ലൊരു ഫ്ലോയിലേക്ക് പോയപ്പോൾ പടം എനിക്ക് ഇഷ്ടമായി. പക്ഷേ ഭയങ്കര ഇഷ്ടമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വോണ്ട് സേ യെസ്. അപ്പോൾ അതെൻ്റെ മുഖത്തും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വൈഫ് എന്നോട് ചോദിച്ചത് എന്ത് പറ്റി, അജിത്ത് നന്നായി ചെയ്തിട്ടില്ലേ ഈ പടം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അജിത്ത് ഡെഫിനറ്റ്ലി നന്നായി ചെയ്തിട്ടുണ്ട്. കാരണം പുള്ളീൻ്റെ ആ ഒരു സ്വാഗും പുള്ളിനെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ്. ആ സ്ക്രീനിൽ വരുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഓറയൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അതല്ല, ഞാൻ ഈ ഒരു സാധനം കുറച്ചും കൂടെ ഒരു ഭയങ്കര പഞ്ചിൽ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പാക്റ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം മേ ബി അതുകൊണ്ടായിരിക്കും എനിക്കത് അങ്ങോട്ട് ഭയങ്കരമായിട്ട് വർക്കാവാത്തെന്ന് പറഞ്ഞപ്പം വൈഫ് ചോദിച്ചാൽ അതെന്താ അങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു 2003 എന്നെ അറിയാൻ ഇറങ്ങിയ 2015 2003 ഗൗതം വാസുദേവ് മേനോൻ്റെ തന്നെ ഒരു പോലീസ് സ്റ്റോറി, അല്ലെങ്കിൽ പോലീസ് സ്റ്റോറി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അത് ഒരു ബേസിക് ഒരു പ്രൊട്ടാഗണിസ്റ്റ് ഒരു പോലീസാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫിലിം സൂര്യ
ഹീറോ ആയി അഭിനയിച്ചിട്ടുള്ള ഒരു ഫിലിം അത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സിനിമ കണ്ടതുകൊണ്ട് അല്ലെങ്കിൽ ആ സിനിമ കണ്ട സമയത്ത് എനിക്ക് കിട്ടിയ ആ ഒരു കിക്ക് എന്ന് പറയുന്ന സാധനം അതെനിക്ക് വന്നില്ല. പറയുമ്പം അതിൽ ഒരു പ്രത്യേകിച്ച് ലോജിക്കൊന്നുമില്ല ഞാൻ ഈ പറയുന്നതിനകത്ത്. കാരണം ഞാൻ കമ്പയർ ചെയ്യേണ്ട ഒരു കാര്യമില്ല, രണ്ടും രണ്ട് സിനിമകളാണ്. എന്നിരുന്നാൽ കൂടെ ഒരു പോലീസ് ഓഫീസർ അതിൻ്റെ ആ ഒരു പവർ, ഞാൻ പറഞ്ഞു വരുന്നത് ഏത് സിനിമയെക്കുറിച്ചാണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 2003 ഗൗതം വാസുദേവ് മേനോൻ ഡയറക്റ്റ് ചെയ്ത് സൂര്യ ഹീറോ ആയിട്ട് അഭിനയിച്ച കാക്ക കാക്ക ദ പോലീസ്. അൻപുച്ചെൽവൻ, ശ്രീകാന്ത്, അരുൾ, ഇളമാറൻ, சத்யேந்திரன். இவரை பத்தி நீங்க கேள்விப்பட்டிருப்பீங்க. இப்ப கிரைம் பிரான்ச்சுக்கு டிரான்ஸ்பர் ஆகி வந்திருக்காரு. இந்த ஆபரேஷன்ஸ் முழுக்க உங்க கூட இருப்பார். அன்புச்செல்வன் IPS. நான் ஒரு தனியாள், சொந்த பந்தம் யாருமே இல்லை. அதுதான் என்னோட பலமா இருந்தது. ഇന്ന് ഈ വർഷം ഫസ്റ്റ് ഞാൻ ഇരുന്ന് കണ്ട് ത്രൂ ഔട്ട് വാച്ച് ചെയ്ത പടം കാക്ക കാക്ക പോലീസാണ്. അപ്പോൾ ആ സിനിമയെക്കുറിച്ച് ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, ഞാൻ 2003 അതായത് ഏകദേശം 21 വർഷം മുമ്പ് ഈ സിനിമ കണ്ടപ്പോൾ ഉണ്ടായ ആ ഒരു ടൈമിലെ ഫിലിം എക്സ്പീരിയൻസസും ആ ഒരു ടൈമിലെ മേക്കിംഗ് സ്റ്റൈലൊക്കെ വെച്ചിട്ട് അതൊരു ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം മറ്റുള്ള തമിഴ് സിനിമകളെ പോലെയല്ല, ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള, ഓഫ് കോഴ്സ് റിയലിസ്റ്റിക് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം കാണുന്ന ഈ നമ്മളുടെ ലിജോ ജോസ് പിലിശ്ശേരി സാറിൻ്റെ സ്റ്റൈലൊന്നുമല്ല. അന്നത്തെ ഒരു റിയലിസ്റ്റിക് സാധനം ഉണ്ടല്ലോ. കാരണം അന്ന് നമ്മൾ തമിഴ് സിനിമ അല്ലെങ്കിൽ തെലുഗു സിനിമ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ലാർജർ ദാൻ ലൈഫ് സാധനങ്ങളാണ്. ഹീറോൻ്റെ ആക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഇടിക്കുമ്പോഴത്തേക്ക് ആ ഇട്ടി കൊണ്ടിട്ട് മറ്റേ ആൾ എന്നൊക്കെ പറഞ്ഞ് പറന്ന് പോണ സാധനം കൊണ്ടല്ലോ. അതൊക്കെ ആയിട്ട് വെച്ച് നോക്കുമ്പോൾ അന്നത്തെ ഈ ഒരു ഫിലിമിലെ ആക്ഷൻ, ഈ ഫിലിമിലെ റൊമാൻസ്, പിന്നെ ഇതിൻ്റെ BGM, സിനിമാറ്റോഗ്രഫി, എഡിറ്റിങ്, ക്യാമറ ആംഗിൾസ്, അത് ഗംഭീരമായിരുന്നു. അപ്പോൾ അന്ന് ആദ്യം ഈ സിനിമ ശരിക്കും അന്ന് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല ഈ സിനിമ. കാരണം അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഉള്ളതുപോലെ പറയാം. അപ്പം CD-യിൽ കണ്ട സിനിമയാണ്. അപ്പം 2003 എനിക്ക് തോന്നുന്നു ഞാൻ +2 കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയം, ഡിഗ്രി ജോയിൻ ചെയ്തിട്ടുണ്ടോ എനിക്ക് കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, പക്ഷെ ആ സമയത്ത് കണ്ട സിനിമയാണ്. ആൻഡ് അന്ന് ഞാൻ ആ സിനിമ കാണുമ്പം എനിക്ക് കിട്ടിയ എന്താ പറയുക, ഒരു ഭയങ്കര പമ്പിങ് പവറൊക്കെ കിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആക്ഷൻ സീക്വൻസസ് ഭയങ്കര ഹെവിയാണ്. കാരണം സൂര്യ നിങ്ങൾക്കറിയാം, സൂര്യ ഒരു ഭയങ്കര സൈസ് മനുഷ്യനൊന്നുമില്ല, ആള് കുറച്ച് ഷോർട്ടൊക്കെയാണ്. പക്ഷെ ആ സിനിമയ്ക്കകത്ത് നമ്മൾ നോക്കുമ്പോൾ ആ ക്യാരക്ടർ അൻപുച്ചെൽവൻ IPS ഒരു ഡയലോഗും ഒരു ഇടിയും ഒരു നോട്ടമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര ഇടിയും നോട്ടവും പവറൊക്കെയാണ്. ഈ ഒരു സീൻ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആക്ഷൻ സീക്വൻസ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ പടം കണ്ടിട്ടില്ലാത്ത ആളുകൾ ഐ തിങ്ക് ഡെഫിനറ്റ്ലി വിൽ ഫീൽ ടു വാച്ച് ദിസ് ഫിലിം. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാണാൻ, കാരണം നല്ല പ്രിൻ്റ് യൂട്യൂബിലും ഇല്ല. പിന്നെ OTT നമുക്ക് എനിക്ക് അറിഞ്ഞൂടെ ഇങ്ങനത്തെ പടമൊക്കെ എന്താണ് OTT-യിൽ വരാത്തതെന്നുള്ളത്. അപ്പോൾ ഞാനത് ആക്ച്വലി സംഘടിപ്പിച്ചതാണ്. എങ്ങനെ എന്ന് എന്നോട് ചോദിക്കരുത്, സംഘടിപ്പിച്ചതാണ്. ഓക്കെ, അപ്പോൾ ബാക്ക് ടു കാക്ക കാക്ക ദ പോലീസ്. മറ്റൊരു ഫാക്ടർ ഈ സിനിമയ്ക്കകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പാട്ട്, അത് ഒരു പ്രത്യേക തരം ട്രീറ്റ്മെൻറ്റുള്ള പാട്ടുകൾ. എല്ലാ പാട്ടുകളും ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു, ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. പാട്ടുകളുടെ പ്ലേസ്മെൻറ്റ്, ക്യാൻ യു തിങ്ക് അബൌട്ട് എ ഫിലിം ഓപ്പണിംഗ് വിത്ത് എ സോങ്? പാട്ടം തുടങ്ങുന്ന തന്നെ ഒരു ഗംഭീര പാട്ട് വെച്ചിട്ടാണ്. ആൻഡ് ആ പാട്ട് നമ്മൾ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മളിത് എന്താണ് സംഭവിക്കുന്നത്. കാരണം പടം തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്ന അൻപുച്ചെൽവൻ്റെ ക്യാരക്ടർ ഒരു വുഡ് ഹൗസിൽ നിന്ന് പൊളിഞ്ഞ് അല്ലെങ്കിൽ പൊളിച്ച് പുള്ളി ഒരു തടാകത്തിലേക്ക് വീഴുവാണ്. ആ വീഴുന്ന സാധനത്തിൻ്റെ അവിടെ നിന്ന് ഒരു പാട്ട് തുടങ്ങുന്നു, ഉയരിനുയരെ എന്നുള്ള പാട്ട്. ആ പാട്ടിൻ്റെ പ്ലേസ്മെൻറ്റ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോരോ ക്യാരക്ടർ, ഇപ്പം ഫോർ എക്സാമ്പിൾ ജ്യോതികേൻ്റെ ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു പാട്ട്, അതുപോലെ പിന്നെ ഇവരുടെ റൊമാൻസ് ഉള്ളൊരു പാട്ട്, ആൻഡ് ദെൻ ദർ ഇസ് ഒരു റൈഡ് അല്ലെങ്കിൽ ഒരു ജേണി, അതും ഒരു പാട്ടിലൂടെ. ആ ജേണി, ആ പാട്ട് എന്ന് പറയുന്നത് ശരിക്കും ഇതാണ്, എന്നെ കൊഞ്ചം മാറ്റി എന്നുള്ള പാട്ട്. ഭയങ്കര വൈബാണ് ആ പാട്ട്. ആൻഡ് ഈ പാട്ട് എനിക്ക് തോന്നുന്നു ആ പടം ഒക്കെ ഹിറ്റായി ആ സമയത്ത് നമ്മളുടെ മലയാളത്തിൻ്റെ വിനയൻ സാർ ഈ പാട്ടൊക്കെ കണ്ട ശേഷം പുള്ളി ആ പാട്ടിൻ്റെ അതേ ഒരു സാധനം തന്നെ പറച്ചു വെച്ച് നമ്മളെ മലയാളം സത്യം സിനിമയ്ക്കകത്ത്
കാറ്റേ എന്നൊരു പാട്ട് കേട്ടിട്ട് സത്യം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അത് പ്രിയാമണിയും പൃഥ്വിരാജും കൂടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ക്യാമറ ആംഗിൾസ് വരെ ഡിറ്റോ മറച്ച് വെച്ചിരിക്കുകയാണ്. ഇൻസ്പയർഡ് ബൈ, ഓക്കെ, അതിനൊക്കെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അപ്പം കാക്കകാക്കകത്തുള്ള പാട്ടുകൾ, BGM, ഓരോ ക്യാരക്ടറിനും കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക സിറ്റുവേഷൻസിനകത്ത് ഈ ക്യാരക്ടേഴ്സിന് എങ്ങനെയാണ് BGM എലിവേറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെയുള്ളത് ഭയങ്കര രസമായിട്ട് ആ സിനിമയ്ക്ക് അത് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ഈ സിനിമയെക്കുറിച്ച് ഒരാൾ ഇവിടെ ഇന്ന് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ആ സിനിമയ്ക്കകത്ത് എന്തോ ഉണ്ട്. സോ ലൈക്ക് നേരത്തെ പറഞ്ഞ പോലെ 21 അല്ല 22 ബിക്കോസ് 2003 എന്ന് പറയുമ്പോൾ 2025 എന്നുള്ളത് ഇതുവരെ മൈൻഡിലേക്ക് അങ്ങോട്ട് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ 2025 ഈ സിനിമയെക്കുറിച്ച് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ദർ ഇസ് സംതിങ് വെരി സ്പെഷ്യൽ അബൌട്ട് ദറ്റ് ഫിലിം. ആൻഡ് ഇപ്പോഴും ഒരു പോലീസ് സ്റ്റോറി ആയിട്ടുള്ള ഒരു സിനിമ നമ്മളിപ്പോൾ റീജിയണൽ, നമ്മുടെ ഇന്ത്യയിലെ സിനിമ ഒരു റീജിയണൽ ലാംഗ്വേജ് ഫിലിംസിലൊക്കെ കാണുമ്പം എപ്പോഴും എൻ്റെ മൈൻഡിൽ കാക്ക. കാരണം ഞാൻ സൂര്യയുടെ സിംഗം ട്രോളജി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മളുടെ വിക്രമിൻ്റെ ഒരു ഫിലിം ഉണ്ടല്ലോ ആറിച്ചാമി, ആ ഫിലിമിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ഈ സിനിമകളുടെ വലിയൊരു ഫാനൊന്നുമല്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഫോർ മീ ഈ ഒരു ജോൺറയിൽ വരുന്ന ഒരു എപ്പിറ്റോം എന്ന് ഞാൻ കാണുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കാക്ക ദ പോലീസ് തന്നെയായിരിക്കും. ആ സമയത്ത് ഈ സിനിമയുടെ പ്രൊമോഷണൽ പോസ്റ്റേഴ്സും ഇതിൻ്റെ മറ്റേ ഈ പത്രത്തിലൊക്കെ വരുന്ന ഈ പോസ്റ്റർ ഉണ്ടല്ലോ, അതൊക്കെ ആ ടൈമിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന കുറേ കൊല്ലം മുമ്പായതുകൊണ്ട് അന്ന് ഈ സാധനമൊക്കെ പത്രത്തിലൊക്കെ വരുമ്പോൾ നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റിൽ നോക്കുമായിരുന്നു. അപ്പം എൻ്റെ മസിലുകൾ ത്രസിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാപ്ഷൻ ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് ആ ഒരു ആവേശം കയറി നമ്മളുടെ എന്താ പറയുക പടം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ഫീലിൽ എത്തുന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രൊമോഷൻസ് ഒക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ പറയും ഒട്ടും ഓവറല്ല. കാരണം ഡെഫിനറ്റ്ലി ഇപ്പോൾ ഞാൻ ഇന്ന് ആ സിനിമ കണ്ടപ്പോഴും അതിനകത്ത് 2-3 ആക്ഷൻ സീക്വൻസസ് സൂര്യ എന്ത് പവർഫുള്ളായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പാട്ടിൻ്റെ കാര്യം പറഞ്ഞാൽ പിന്നെയും ആക്ഷനിലേക്ക് പോയി, ഒരു കുഴപ്പമാണ്. അപ്പോൾ എനിവേസ് ഇന്ന് ഞാൻ കാക്ക കണ്ടതിൻ്റെ ആ ഒരു ആവേശമാണ് ഞാൻ നിങ്ങളുമായിട്ട് കൺവേ ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് പറയാനുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ എൻ്റെ ഒരു അനാലിസിസ് അബൌട്ട് അല്ലെങ്കിൽ ഗൗതം വാസുദേവ് മേനോൻ ഫിലിംസിൻ്റെ പുള്ളി ഈ പോലീസ് ക്യാരക്ടേഴ്സ് വെച്ചിട്ട് കാക്ക മാത്രമല്ല അത് കഴിഞ്ഞിട്ടും സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു എന്നെ അറിയുന്താൽ എന്നുള്ള സിനിമ. പിന്നെ അതിന് പോരാണ്ട് 2006 വേറൊരു സിനിമയും കൂടെ പുള്ളി ചെയ്തിട്ടുണ്ട്, വേട്ടയാട് വിളയാട്. അപ്പോൾ ഈ സിനിമയിലൊക്കെ ഹീറോസ് ആയിട്ട് വന്നിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇപ്പം സൂര്യ, അതിനുശേഷം കമൽ ഹാസനാണ്, പിന്നെ അജിത്ത്. ഓക്കെ, അപ്പം നമ്മൾ പല ലാംഗ്വേജസിലും ഈ കോപ്പ് വേർഡ്സ് എന്നൊക്കെ പണ്ട് കാണാറുണ്ടല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം കാക്ക, വേട്ടയാട് വിളയാട്, ഈ എന്നെ അറിയുന്ന ഇന്നലെ കണ്ടിട്ടുള്ളൂ, എന്നാലും അതും കൂടെ കൂട്ടിയിട്ട് ഐ ബിലീവ് ദാറ്റ് ഈ ഒരു പെർട്ടിക്കുലർ ഇതിൽ പടം ചെയ്യുമ്പം ഗൗതം വാസുദേവ് മേനോന് ഒരു വല്ലാത്തൊരു കൺട്രോൾ ഉണ്ട് എല്ലാ ക്യാരക്ടറിനകത്തും. അതായത് ഒരു വില്ലനെ പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ ആ നായകൻ്റെ ആ ഒരു ജേർണി എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്, ഇതൊക്കെ പുള്ളി ഭയങ്കര ക്ലിയർ ആയിട്ട് നമുക്ക് വരച്ചു തരും. അയാളുടെ ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ളവരെ വരച്ചു തരും. ആ ഒരു എഫേർട്ട് എന്ന് പറയുന്നത് simply brilliant. I don't know why, but I miss that Gautam Vasudev Menon since a very long time, because പുള്ളിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ ഒരു പടം വരണം എന്നൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ ആരാധകനാണ് ഈ ഉള്ളവൻ. ഓക്കെ, അപ്പോൾ ആ ഒരു ഒറ്റ ഡയലോഗോടുകൂടി ഇന്നത്തെ സംപ്രേഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കാക്ക ദ പോലീസിനെ പറ്റിയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് നിങ്ങൾക്ക് ഈ പറഞ്ഞ സിനിമയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗൗതം വാസുദേവ് മേനോൻ്റെ പോലീസ് സിനിമകൾ, ഈ സിനിമകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ, എന്തെങ്കിലും എക്സ്ട്രാ നോളജൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഈ ഒരു കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് എനിക്കും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഞാൻ എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഞാനൊരു അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് സെൻറ്റ് ജോസഫ് യൂണിവേഴ്സിറ്റിയിൽ. അപ്പം ഫിലിം സ്റ്റഡീസ് നമ്മളുടെ ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ക്ലാസ്സിൽ ഞാൻ സിനിമയെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കൂടുതലും സംസാരിക്കാറ് നമ്മളുടെ റീജിയണൽ സിനിമകളെ ഒക്കെ എക്സാമ്പിൾസ് ആയിട്ട് എടുത്തിട്ടാണ്. കാരണം സിനിമ പഠിപ്പിക്കുന്ന സമയത്ത് ലോക സിനിമയെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. വേൾഡ് സിനിമ പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഒരിക്കലും നമ്മളെ സിനിമയിലെ സ്റ്റാർ വാർഡ്സിനെ അല്ലെങ്കിൽ നമ്മളുടെ ലെജൻസിനെ മറന്നുകൊണ്ടാവരുത് ഈ സിനിമ പഠനം എന്നുള്ളത് എനിക്ക് ചെറിയ നിർബന്ധമുള്ളതുകൊണ്ട് ഞാൻ ഇതൊക്കെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഇൻഫർമേഷൻസ് തീർച്ചയായിട്ടും എനിക്ക് വളരെയധികം useful ആയിരിക്കും. And with that I conclude this episode. So we'll see you next time very fast. Bye bye.